മലയാളികൾ വളരെ കൃത്യമായി തന്നെ അന്വേഷിക്കുകയും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സീരിയലുകൾ എന്നത്. ഇപ്പോഴിതാ അതിൽ മലയാളികൾ എപ്പോഴും ഏറ്റെടുക്കുന്ന പ്രായഭേദമന്യേ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ നോക്കാതെ എല്ലാവരും ഏറ്റെടുത്തൊരു സീരിയലായ ഉപ്പും മുളകിൽ നിന്നും അപ്രതീക്ഷിത ഒരു പിൻവാങ്ങലാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രേക്ഷകരെല്ലാവരും അങ്ങോട്ട് തന്നെയാണ് ശ്രദ്ധിച്ച് നോക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി പറയുകയും ചെയ്യാം. ഇപ്പോഴിതാ അതിൽ നിന്നും സിദ്ധാർത്ഥിൻ്റെ പിന്മാറൽ എല്ലാവരും ഏറ്റെടുക്കുകയും കാര്യം ചോദിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി അനുസരിച്ച് തന്നെ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലൊരു വാർത്തയായി ഇത് മാറുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. ഞാനൊരു വലിയ പിൻവാങ്ങലല്ല നടത്തുന്നത്, ചെറിയ ഒരു വിടവാങ്ങൽ തന്നെയാണ് നടത്തുന്നത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. സിദ്ധാർത്ഥ് പ്രഭു എന്ന വ്യക്തി ഉപ്പുമുളകിൽ ലച്ചു എന്ന കഥാപാത്രത്തിൻ്റെ ഭർത്താവായിട്ടാണ് എത്തിയത്. വളരെയധികം വിപ്ലവവും അതുപോലെ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതുമായിരുന്നു. ആരായിരുന്നു ലച്ചുവിൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന താരം എന്ന് അന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. ഒരു സാധാരണ വിവാഹം എങ്ങനെ നടക്കുമോ അങ്ങനെയായിരുന്നു ഇവരുടെ ഷൂട്ടിങ്ങും നടന്നത്. അന്ന് ലച്ചുവിൻ്റെ ചെറുക്കനെ കാണാൻ ആളുകൾ എല്ലാവരും ഓടിക്കൂടുകയായിരുന്നു. അങ്ങനെ സിദ്ധാർത്ഥന് വലിയ വരവോടെ തന്നെയായിരുന്നു തട്ടിമുട്ടിയിൽ നിന്നും ഉപ്പും മുളകിലേക്ക് മാറാൻ സാധിച്ചത്. ഇപ്പോഴിതാ ഉപ്പും മുളകിൽ നിന്ന് ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണെന്നും ഞാൻ എന്നേക്കുമായി പോവുകയല്ല, മറിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നതെന്നും സിദ്ധാർത്ഥ് വെളിപ്പെടുത്തുന്നു. സിദ്ധാർത്ഥ് ചില ആരോഗ്യ കാരണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മാനസികമായ സംഘർഷങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചും ബോധവാനായിട്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അതിൽ നിന്നും പിന്മാറുന്നത് എന്ന് പറയുന്നു. എന്നേക്കുമുള്ള പിന്മാറലാണോ എന്നറിയില്ല, പക്ഷേ ഇപ്പോൾ തന്നെ മനസ്സിൽ തോന്നുന്നത് തിരിച്ചു വരും എന്ന് തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും കുറിക്കുകയും ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥിനോട് വേഗം തിരികെ വരാനും ഉപ്പും മുളകിൽ അദ്ദേഹമില്ലാതെ എല്ലാം കാണാനും കേൾക്കാനും പ്രയാസമാണ് എന്നും സിദ്ധാർത്ഥിനോടൊപ്പം തന്നെ പ്രേക്ഷകരും എടുത്തു പറയുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാം. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായും ഇപ്പോൾ ഇത് മാറുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഓരോ തവണയും സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റുകൾ കാണുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിമർശനങ്ങളെല്ലാം മറിച്ച് നമ്മുടെ ലച്ചുവിൻ്റെ സിദ്ധുവായി തന്നെയാണ് ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.